അമേരിക്കയും പാകിസ്ഥാനുമായി ഒരു കരാറിൽ എത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇന്ത്യ കാണുന്നത്. പാകിസ്ഥാൻ്റെ വൻതോതിലുള്ള എണ്ണ ശേഖരം പ്രയോജനപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങളും തീരുമാനിച്ചുവെന്നാണ് ട്രംപ് പറയുന്നത്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല. നുണ പറയുകയും വഞ്ചന കാണിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നായിരുന്നു ട്രംപിൻ്റെ നിലപാട്. 2018 രൂക്ഷമായ വിമർശനമാണ് ട്രംപ് പാകിസ്ഥാനെതിരെ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ആ നിലപാട് ഇപ്പോൾ മാറിയിരിക്കുന്നു. പാകിസ്ഥാനെ കൂടുതൽ വിശ്വാസത്തിലെടുക്കുകയാണ് ട്രംപ്. പാകിസ്ഥാനുമായുള്ള പുതിയ കരാർ അത് വരുന്നൊരു സാഹചര്യം, അതിൻ്റെ സവിശേഷത, അതൊക്കെ ഇപ്പോൾ നമ്മൾ പരിശോധിക്കണം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഷ്യൻ എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിന് ഇന്ത്യക്ക് പിഴ ചുമത്തണം എന്ന് ട്രംപ് പറയുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ഒരു കരാർ കൂടി വരുന്നത്. US പാകിസ്ഥാൻ ബന്ധത്തിൻ്റെ ഏറ്റവും പുതിയ അധ്യായമാണ് ഈ എണ്ണ ശേഖരണ കരാർ. തൻ്റെ ഭരണകൂടം പാകിസ്ഥാനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടതായി കഴിഞ്ഞ ദിവസമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. അതുവഴി പാകിസ്ഥാനും അമേരിക്കയും അവരുടെ വൻതോതിലുള്ള എണ്ണ ശേഖരം വികസിപ്പിക്കുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കും. ഈ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകുന്ന എണ്ണ കമ്പനിയെ തിരഞ്ഞെടുക്കാനുള്ള പ്രക്രിയയിലാണ് തങ്ങൾ എന്ന് ട്രംപ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. കരാറിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. പാകിസ്ഥാൻ്റെ തീരപ്രദേശങ്ങളിലെ വലിയ എണ്ണശേഖരം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി നടത്തുന്ന ആദ്യത്തെ ഒരു ഉന്നതതല നീക്കമാണ് ഇത്. വ്യാപാര കരാറിനെക്കുറിച്ച് US-മായി പാകിസ്ഥാൻ നടത്തുന്ന ചർച്ചകൾക്കിടയിലാണ് ഈ എണ്ണക്കരാറും വരുന്നത്. കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ബഹുമതികളിലൊന്നായ നിഷാൻ-ഇ-ഇംതിയാസ് ബഹുമതി US സെൻട്രൽ കമാൻഡ് മേധാവി ജനറൽ മൈക്കിൾ കുറിലേക്ക് നൽകി. ഇസ്ലാമാബാദിലെ പ്രസിഡൻഷ്യൽ പാലസിലാണ് ചടങ്ങ് നടന്നത്. പ്രാദേശിക സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും US പാകിസ്ഥാൻ സൈനിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും അദ്ദേഹം വഹിച്ച പങ്കാണ് ഈ പുരസ്കാരം നൽകുന്നതിനുള്ള ആധാരം. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയാണ് കുറിലേക്ക് അവാർഡ് സമ്മാനിച്ചത്. മുമ്പ് അമേരിക്കൻ ജനറൽ ഇസ്ലാമാബാദിനെ പ്രശംസിച്ചത് പലരും ഓർക്കുന്നുണ്ടാകും. ഭീകരതയെ ചെറുക്കുന്നതിൽ അതിശയകരമായൊരു പങ്കാളിയാണ് പാകിസ്ഥാൻ എന്നാണ് അമേരിക്കൻ ജനറൽ ഇസ്ലാമാബാദിനെ പ്രശംസിച്ചത്. അതിന് ആഴ്ചകൾക്ക് ശേഷമാണ് കുറിലേക്ക് ഈ ഒരു വലിയ ബഹുമതി പാകിസ്ഥാൻ നൽകുകയും ചെയ്തത്. ട്രംപും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിലെ മാറ്റത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഘടകമാണ് ഇത്. കഴിഞ്ഞ ജൂണിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീറിന് വൈറ്റ് ഹൗസിൽ ട്രംപ് വിരുന്നൊരുക്കി. ഉച്ചഭക്ഷണത്തിന് വിളിച്ചു വരുത്തി. അത് വലിയ ചർച്ചയായി. രാഷ്ട്രത്തലവൻ അല്ലാത്ത പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സൈനിക മേധാവിക്ക് ഒരു US പ്രസിഡന്റ് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ ഒരു സംഭവമാണിത്. അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ എന്താണ് നടന്നതെന്ന് ആർക്കും അറിയില്ല. ഇരുവർക്കുമിടയിൽ എന്താണ് ചർച്ച ചെയ്തത് എന്നും അത്ര വ്യക്തമല്ല. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ യുദ്ധം തടയുന്നതിന് ട്രംപ് വലിയ പങ്ക് വഹിച്ചു എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാൻ സൈനിക മേധാവി ട്രംപിന് നോബൽ സമ്മാനം നൽകണം എന്ന് ശുപാർശയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. വൈറ്റ് ഹൗസ് വക്താവ് അന്ന കെല്ലി അന്ന് ഇങ്ങനെയൊക്കെയാണ് വെളിപ്പെടുത്തിയത്. ട്രംപുമായുള്ള മുനീറിൻ്റെ ഉച്ചഭക്ഷണത്തിന് ശേഷം ജൂലൈ ആദ്യവാരം പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി സഹീർ അഹമ്മദ് ബാബർ വാഷിംഗ്ടൺ സന്ദർശിച്ചു. ഉഭയകക്ഷി പ്രതിരോധ സഹകരണവും പരസ്പര താൽപ്പര്യവും കൂടുതൽ വർദ്ധിച്ചതായി അദ്ദേഹം പറയുന്നു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാപിറ്റോൾ ഹിൽ എന്നിവിടങ്ങളിൽ ഒക്കെ ഉന്നതതല യോഗങ്ങൾ അന്ന് നടന്നു. അമേരിക്കൻ സൈനിക ഹാർഡ്വെയർ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മേധാവി അവിടെ എത്തിയത് എന്നാണ് രാഷ്ട്രീയ രംഗത്തൊക്കെ പരിശോധനകൾ നടത്തുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ നിർമ്മിത F-16, അതുപോലെ ബ്ലോക്ക് 70 യുദ്ധവിമാനങ്ങൾ, AIM-7 സ്പാരോ എയർ ടു എയർ മിസൈലുകൾ, US നിർമ്മിത ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ ബാറ്ററികൾ എന്നിവ സ്വന്തമാക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു.
വർഷങ്ങളുടെ തന്ത്രപരമായ ഒരു ഇടവേളയ്ക്ക് ശേഷം ട്രംപിൻ്റെ കീഴിൽ പാകിസ്ഥാൻ US-ഉമായുള്ള ബന്ധം വളരെ ശക്തമായി പുനഃസ്ഥാപിക്കുകയാണ്. വാസ്തവത്തിൽ ട്രംപിൻ്റെ മുൻഗാമിയായിരുന്ന ജോ ബൈഡൻ പാകിസ്ഥാനിൽ നിന്ന് കൂടുതൽ അകലം പാലിച്ചു. അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ കാണാൻ വിസമ്മതിച്ച ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ജനുവരിയിൽ അധികാരത്തിൽ വന്നയുടനെ ട്രംപ് എല്ലാം മാറ്റിമറിച്ചു. ട്രംപിൻ്റെ നിലപാടുകൾ മാറി. എബേഗേറ്റ് ബോംബിംഗ് നടത്തിയതിൻ്റെ സൂത്രധാരനെ അറസ്റ്റ് ചെയ്യാൻ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകിയെന്ന് ട്രംപ് പറഞ്ഞു. ആ സഹായത്തിന് അദ്ദേഹം നന്ദിയും വ്യക്തമാക്കി. പാകിസ്ഥാനെ പരാമർശിച്ചുകൊണ്ടൊരു പ്രസംഗവും തട്ടിവിട്ടു. കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിലാണ് ഇത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. 2 പ്രധാന ഘടകങ്ങൾ ട്രംപിൻ്റെ പ്രീതി നേടാൻ പാകിസ്ഥാനെ സഹായിച്ചു. അതിൽ ഒന്നാമത്തേത് ട്രംപിൻ്റെ കുടുംബവും ആയി ബന്ധമുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യസുമായി ഒരു പങ്കാളിത്തം പാകിസ്ഥാൻ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2026 സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു. ഇത് രണ്ടും പാകിസ്ഥാന് നേട്ടമായി. ഓപ്പറേഷൻ സിന്ദൂരും പാകിസ്ഥാനെ ട്രംപുമായി അടുപ്പിക്കാൻ സഹായിച്ചു എന്നാണിപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചയ്ക്ക് പ്രസിഡന്റ് മധ്യസ്ഥ വഹിച്ചു എന്ന് പാകിസ്ഥാൻ പറയുന്നു. ആ അവകാശവാദങ്ങൾ ഇന്ത്യ നിരസിക്കുമ്പോഴാണ് ഇസ്ലാമാബാദ് അദ്ദേഹത്തിൻ്റെ പങ്ക് അംഗീകരിക്കുന്നത്. പാകിസ്ഥാൻ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വളരെ നിർണായകമായ ഒരു സമയത്താണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ട്രംപ് ഇസ്ലാമാബാദിനോട് ഇപ്പോൾ മൃദുവായാണ് പെരുമാറുന്നത്. എന്നാൽ ഇന്ത്യക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഒന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം ഒരു സ്ഥിരതയില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ട്രംപ്. പലപ്പോഴും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് വ്യക്തമല്ല. ഇപ്പോൾ പാകിസ്ഥാനോടുള്ള ഒരു അനുകൂല നിലപാട് പെട്ടെന്ന് മാറിമറിയാം. അല്ലെങ്കിൽ അതിൽ നിന്ന് കൃത്യമായ ലാഭം ട്രംപ് പ്രതീക്ഷിക്കുന്നു. അത് ലഭിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ ട്രംപിൻ്റെ സ്വഭാവം മാറും. അപ്പോൾ ട്രംപിനെ അങ്ങനെ സ്ഥിരതയുള്ള ഒരാളായി ഇന്ത്യക്ക് കാണാൻ കഴിയില്ല. പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുമോ എന്ന കാര്യം ഇനി സംശയമാണ്. പാകിസ്ഥാനുമായി ട്രംപ് കൂടുതൽ അടുക്കുന്നത് വളരെ ഗൗരവത്തോടെ ഇന്ത്യ നോക്കിക്കാണും. ട്രംപിനോടുള്ള ഇന്ത്യൻ നിലപാടിൽ ഇനി എന്തു മാറ്റമുണ്ടാകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.